ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഒരു പച്ചക്കായ ഉണ്ടായിരുന്നു, സവാള, പച്ചമുളക്, പിന്നെ കപ്പയ്ക്കയുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു എൻ്റേതായ രീതിയിൽ ഒരു മെഴുക്ക് പുരട്ടി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ കട്ടിയായിട്ടിരിക്കുന്നു. എണ്ണ ഒഴിച്ചു. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. കടുകിട്ട് സവാള ഇട്ട് പച്ചമുളകും അതിലോട്ടിട്ടിട്ടുണ്ട്. ഒന്ന് വാടട്ടെ. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കപ്പയ്ക്ക ആദ്യം അത് ഇടിയാണ്. എൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളേതായ രീതിയിലങ്ങ് ഉണ്ടാക്കും. കപ്പയ്ക്കൊക്കെ വേവ് കൂടുതലല്ലേ. കപ്പയ്ക്ക് ആദ്യം ഇട്ട് ഉപ്പ് ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് വേവട്ടെ. കപ്പയ്ക്ക ഞാൻ ഒരു വിധം വെന്തിട്ടുണ്ട്. അത് ഞാൻ അതിനകത്തേക്ക് പച്ചക്കായ് അരിഞ്ഞതോട് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്ത് വെണ്ടയ്ക്കയും കൂടെ ഇടിയാണ്. വെണ്ടയ്ക്ക ഇടിയാണ്. ഇതൊരു തട്ടിക്കൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്യും. പിന്നെ വേറെ ഇത്രയും സാധനമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു തട്ടിക്കൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. വെണ്ടയ്ക്ക ഉടഞ്ഞു പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇളക്കാൻ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നോക്കി വേണം ഇളക്കാൻ. വെണ്ടയ്ക്ക ഉടഞ്ഞു പോകും. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ അത് നമ്മളതിലുണ്ടെങ്കിൽ അതിടാം. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഇടാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇപ്പം ഒന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കുന്ന സൂക്ഷിച്ച് വേണം. എണ്ണയും കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. വെണ്ടയ്ക്ക ഉണ്ടായതുകൊണ്ടേ ചിലപ്പോൾ കുഴഞ്ഞിരിക്കും. ഇപ്പം തോന്നിരിക്കുകയാണ്. ആദ്യമേ വെണ്ടയ്ക്ക ഇട്ടാൽ അത് പെട്ടെന്നങ്ങ് ഉടയും. അതുകൊണ്ട് ഞാനിട്ടത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാൻ പോവുകയാണ്. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചിലർ തേങ്ങ ഇടും. ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല. വെണ്ടയ്ക്ക ഇനി നമ്മൾ ഒരുപാട് ഇളക്കിയാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തട്ടിക്കൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കയ്യിലുള്ള സാധനം വെച്ച് ഒരു മെഴുക്ക് പുരട്ടി ആയില്ലേ. ഇനി ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. റെഡി ആയിട്ടുണ്ട്.